ഹലോ ഗൈസ്, എന്തൊക്കെ വിശേഷം? എല്ലാവരുടെയും സുഖമല്ലേ? അപ്പോൾ ഞാൻ ഫ്ലോറിറ്റ. നമ്മൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഞാൻ ഫ്ലോറിറ്റ, അല്ലാത്തതായിട്ട് കാണുന്നവർക്കും ഞാൻ ഫ്ലോറിറ്റ. അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ ഒരു ബിഗിനർക്ക് ക്ലേ വെച്ചിട്ട് എങ്ങനെ ഒരു ക്ലേ കീ ചെയിൻ ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ ആണ്. അതിൻ്റെ ഹോൾ പ്രോസസ്സ് A to Z സാധനങ്ങൾ നമ്മളിവിടെ പറയുന്നുണ്ട്. പിന്നെ കുറച്ച് ടിപ്സും. ഞാൻ അത്ര വലിയ എക്സ്പേർട്ടൊന്നുമല്ല, ഞാനും ബിഗിനറാണ്. സോ ഒരു ബിഗിനർക്കല്ലേ മറ്റൊരു ബിഗിനറിനെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. സോ ആദ്യം നമുക്ക് വേണ്ടത് മെയിൻ സാധനം നട്ടലായിട്ടുള്ള ക്ലേ ആണ്. ഞാനിവിടെ ഫോം ക്ലേ ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏത് ക്ലേയും യൂസ് ചെയ്യാം. പിന്നെ വേണ്ടത് കീ ചെയിൻ ആണ്. അതിൻ്റെ റിങ്ങും ചെയിനും എടുത്തിട്ടുണ്ട്. ഇവിടെ അത് രണ്ടും കൂടെ കിട്ടാത്തതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് റിങ്ങും ചെയിനും വാങ്ങിയാണ്. നമ്മുടെ നാട്ടിൽ എന്തായാലും അത് കിട്ടുന്നുണ്ടാവും. പിന്നെ നമ്മളിവിടെ ക്ലേ ആർട്ടിന് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പിലുള്ള ടൂൾസും യൂസ് ചെയ്യുന്നില്ല, ഒക്കെ നമ്മുടെ കയ്യിലുള്ള ടൂൾസാണ്. ആദ്യത്തേത് ഈ മസ്കാരയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പരത്താൻ പറ്റിയ ഇങ്ങനെ ഉരുണ്ടിട്ടായിട്ടുള്ള എന്തും യൂസ് ചെയ്യാം. പിന്നെ ഒരു നൈഫ് വേണം, നമുക്കിങ്ങനെ കട്ട് ചെയ്യാനാണ്. സാധാ പേപ്പർ നൈഫ് ആയാലും കുഴപ്പമൊന്നുമില്ല. അടുത്തതായിട്ട് ഞാൻ ക്ലേ വാങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയ 3 ടൂൾസ് ഉണ്ടായിരുന്നു. അത് ഞാൻ ഇതിൽ അധികം യൂസ് ചെയ്തിട്ടില്ല. നിങ്ങളുടെ കയ്യിൽ ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും യൂസ് ചെയ്യാം. ഈ അവസരത്തിൽ ചോദിക്കാൻ പാടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ യൂസ് അറിഞ്ഞവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ എൻ്റെ കയ്യിലുള്ള ഒരു ഐലൈനർ എടുത്തിട്ടുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് പല ടൈപ്പിൽ ഷേപ്പ് ചെയ്യാന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. ഇത് തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. പിന്നെ ക്യുല്ലിങ്ങിൻ്റെ സെറ്റ് വാങ്ങിയപ്പോൾ കിട്ടിയ 2 നീഡിലാണ്, അതും എടുക്കുന്നുണ്ട് ഇതുപോലെ കുത്തി നിർത്താനൊക്കെ. നെക്സ്റ്റ് ഇയർബഡ്സ് വേണം, നമുക്ക് ക്ലീൻ ചെയ്യാനാണ്. ഡേർട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കാൻ അത് ബെസ്റ്റാണ്. ഇനി നമുക്ക് ക്ലേ വെച്ച് ചെയ്യാനായിട്ട് ഇതുപോലത്തെ 2 എന്തെങ്കിലും കുഞ്ഞടപ്പോ എന്തെങ്കിലും ഗ്ലാസിൻ്റെ എന്തെങ്കിലും പീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും. പിന്നെ ഒരു വലിയ പാത്രത്തിൻ്റെ അടപ്പെടുത്തിട്ടുണ്ട്, നമ്മൾ ബ്രഷസ് എടുത്തിട്ടുണ്ട്. മെയിനായിട്ട് നമ്മുടെ കൈയാണ് നമ്മുടെ ടൂള്. പിന്നെ വേണ്ട ഇതുപോലത്തെ കുറച്ച് മെറ്റൽ വയർ വേണം, നമുക്ക് കീ ചെയിൻ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാനാണ്. പിന്നെ വാർണിഷിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ക്ലിയർ നെയിൽ പോളിഷ് ആണ്. അതില്ലെങ്കിലും വലിയ സീനൊന്നുമില്ല. ഇനി കളറിങ്, നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് വൈറ്റ് ക്ലേ ആയതുകൊണ്ട് തന്നെ അതിനൊന്ന് കളർ ചെയ്യാൻ വേണ്ടി നമുക്ക് സ്കെച്ചസ്, ആക്രിലിക്, ആൽക്കഹോൾ മാർക്കേഴ്സ്, ചോക്ക് പേസ്റ്റൽസ് ഒക്കെ യൂസ് ചെയ്യാം. പിന്നെ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ അതിൽ ആക്രിലിക് കളേഴ്സ് ആവും ഒന്നുകൂടെ നല്ലത്. കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ടിപ്സൊക്കെ ആയിട്ട് പറഞ്ഞുതരാം. ഒന്നാമത്തത്, നമ്മുടെ കൈയും നമ്മളിരിക്കുന്ന സ്ഥലവും നല്ലോണം ക്ലീൻ ആയിരിക്കണം. കൈ നല്ലോണം വാഷ് ചെയ്യണം, നമ്മളിരിക്കുന്ന സ്ഥലം നല്ലോണം വൈപ്പ് ചെയ്യണം. പിന്നെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് വീണ്ടും വൈപ്പ് ചെയ്യണം. അങ്ങനെ ഒരു 3-4 തവണ ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ക്ലേയിൽ മുഴുവൻ ഡേർട്ടും ഡസ്റ്റൊക്കെ ആവും. ഇനി രണ്ടാമത്തത്, ഇതുപോലത്തെ ക്ലോത്ത് യൂസ് ചെയ്യാതിരിക്കുക. കാരണം ഇതിലുള്ള കുഞ്ഞു കുഞ്ഞു ത്രെഡ് അതിൽ എന്തായാലും പറ്റി പിടിക്കും. അപ്പോൾ ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക. പിന്നെ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ ഈ പോളിമർ ക്ലേ അല്ലെങ്കിൽ കോൾഡ് പോർസലിൻ ക്ലേ ഒക്കെ ആണെങ്കിൽ നല്ലോണം കുഴക്കണം. ഫോം ക്ലേക്ക് എനിക്ക് തോന്നുന്നു അത്ര കുഴക്കേണ്ട ആവശ്യമില്ല, എന്നാലും നല്ലോണം കുഴക്കണം. ഇനി എങ്ങാനും നമ്മുടെ ക്ലേ ഇടയിൽ വെച്ചിട്ട് ഡ്രൈ ആവുകയാണെങ്കിൽ ഇതുപോലുള്ള ലോഷനോ അല്ലെങ്കിൽ ഇത്തിരി വെള്ളമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുക. അപ്പോൾ നമുക്കൊന്നും കൂടെ സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് കണ്ടീഷനിങ്, അതായത് ക്ലേ കണ്ടീഷനിങ്. ഇനി എന്തിനാ കണ്ടീഷൻ ചെയ്യണമെന്ന് പറഞ്ഞുതരാം. സപ്പോസ് നമ്മൾ ക്ലേ അതേപോലെ എടുത്ത് കണ്ടീഷനിങ് ഒന്നും ചെയ്യാതെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന വെച്ചോ, നമുക്ക് ആ ഫിനിഷിങ് അത്ര കിട്ടില്ല. ഇവിടെ ഞാൻ 2 ഡെമോ കാണിക്കുന്നുണ്ട്. ഒരെണ്ണം നമ്മൾ കണ്ടീഷൻ ചെയ്തതും മറ്റേത് കണ്ടീഷൻ ചെയ്യാത്തതും. ഇവിടെ ഫോം ക്ലേ ആയതുകൊണ്ട് വലിയ മാറ്റം മനസ്സിലാവണില്ല, പക്ഷെ നല്ലോണം നോക്കിയാൽ മനസ്സിലാവും. ബ്ലൂ കുറച്ചുകൂടെ നല്ലൊരു നീറ്റായിട്ട് നിൽക്കുന്നുണ്ട്, നല്ല ഫിനിഷിംഗ് ഉണ്ട്. വൈറ്റിനതില്ല. ഇനി അടുത്തത് ഗ്ലൂ യൂസ് ചെയ്യല്, അത് മസ്റ്റാണ്. ഇനി ആരെങ്കിലും ഉടായി പെറുക്കി ഗ്ലൂ ഒഴിവാക്കാന്ന് വിചാരിക്കട്ടെങ്കിൽ ആ വിചാരം അങ്ങോട്ട് 8 മടക്കി പോക്കറ്റിൽ വെച്ചാൽ, കാരണം ഗ്ലൂ മസ്റ്റാണ്. ഇനി ഗ്ലൂ അങ്ങോട്ട് അർമാദിച്ച് ഒഴിക്കൊന്നും വേണ്ട, അതുപോലെ എന്തെങ്കിലും ഒരു ഇർക്കലിലോ എന്തെങ്കിലും ഒരു നീഡിൽമേലോ ഒരു ഇത്തിരി അത്ര മതി. ഇനി നെക്സ്റ്റ്, നമ്മൾ എന്തുണ്ടാക്കുകയാണെങ്കിലും പാർട്സ് ഒക്കെ ഉണങ്ങി കഴിഞ്ഞിട്ട് വേണം ഗ്ലൂ ചെയ്ത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. നേരത്തെ ഞാൻ ബ്ലൂവും വൈറ്റും ഉണങ്ങാതെയാണ് ഒട്ടിച്ചത്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഷേപ്പൊക്കെ ആകെ മാറി. അതുകൊണ്ട് എന്ത് പാർട്സ് തമ്മിൽ ഒട്ടിക്കുമ്പോഴും നിങ്ങൾ നല്ലോണം ഡ്രൈ ആക്കുക, എന്നിട്ട് മതി ഒട്ടിക്കലൊക്കെ. ഇനി സപ്പോസ് ഡ്രൈ ആയിട്ടുള്ള ക്ലേ ചാമിൽ എന്തെങ്കിലും ഡേർട്ടോ ഡസ്റ്റോ ത്രെഡൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു ക്യൂട്ടിപ്പ് നനച്ചിട്ട് നമുക്കതൊന്ന് വൈപ്പ് ചെയ്ത് ഒഴിവാക്കാം. ഇനി അതും അല്ലെങ്കിൽ തീരെ പോകാത്താണെങ്കിൽ നമ്മുടെ പേപ്പർ കട്ടറോ എന്തെങ്കിലും ബ്ലേഡോ ഒക്കെ വെച്ചിട്ട് ചെറുതായിട്ട് ചുരണ്ടി ഒഴിവാക്കാം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇനി നമ്മുടെ ചാംസൊക്കെ ഉണങ്ങാൻ വേണ്ടി സാധാരണ സ്ഥലത്ത് വെക്കുന്നതൊക്കെ നല്ലൊരു ക്ലോത്തിൽ വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഷേപ്പ് എവിടെയും മാറാതെ ഉടയാതെ ആ സെയിം ഷേപ്പിൽ കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്ക് കുറച്ച് ക്ലേ ചാംസ് ഉണ്ടാക്കാം.
ഈ ചെറിയ പാക്കറ്റിൽ ഒരു പാക്കറ്റ് മുഴുവൻ ഞാനൊരു ചാം ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് സൈസിനനുസരിച്ച് നിങ്ങൾക്ക് അത് കൂട്ടിയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ക്ലേ കണ്ടീഷനിങ്. അത് മസ്റ്റാണ് മക്കളെ, മസ്റ്റാണ്. ഇനി ഞാനൊരു പ്രോ ടിപ്പ് തരാം. നമ്മളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് പോർഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കേണ്ടി വരും. അത് ഓപ്പൺ ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഉണങ്ങിപ്പോവും. അതിന് പകരം എന്തെങ്കിലും അടപ്പിലോ പാത്രത്തിൻ്റെയോ ഒക്കെ അകത്ത് ഇങ്ങനെ വെച്ചാൽ കുറച്ചും കൂടെ ലോങ് ലാസ്റ്റ് ചെയ്ത് നമുക്ക് കിട്ടും, ഡ്രൈ ആവാതെ. ഞാനിവിടെ ചെറിയ ചെറിയ പോർഷനൊക്കെ കളർ ചെയ്യാൻ വേണ്ടി സ്കെച്ചസും വലിയ വലിയ പോർഷനൊക്കെ വരുമ്പോൾ അക്രലിക് കളേഴ്സും അക്രലിക് പെയിൻറ്റും യൂസ് ചെയ്യുന്നുണ്ട്. ആദ്യം നമ്മൾ ചെയ്യുന്നത് ഒരു ക്യൂട്ടായിട്ടുള്ള തവളൻ്റെ ചാമാണ്. അപ്പോൾ തവളൻ്റെ കളർ കറക്റ്റ് വച്ചല്ലോ. അപ്പോൾ പച്ചയും മഞ്ഞയും ചേർന്നിട്ട് നമുക്ക് വേറൊരു കളർ ഉണ്ടാക്കണം. ആ കളറാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത് പെർമനൻറ്റ് മാർക്കറാണ്. അതായത് പെർമനൻറ്റ് മാർക്കറും നമുക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ നേരത്തെ പറഞ്ഞ ടൂൾസിനൊക്കെ പുറമെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ കൈയാണ്. കൈ വെച്ചിട്ടാണ് ഞാനിതിൽ അധികം യൂസ് ചെയ്തിട്ടുള്ളത്. വേറെ അധികം സാധനങ്ങളൊന്നും കുറച്ചേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ടൂൾസ് ഇല്ലാത്തവർക്കും ഇതൊക്കെ ചെയ്യാൻ സിമ്പിളാണ്. തവളൻ്റെ മെയിൻ ബോഡി പാർട്ട് പച്ച ആയതുകൊണ്ട് പച്ച എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പച്ചഭാഗം കുറച്ച് വെള്ളയും നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. കുറച്ച് വേറെ പാട്ടൊക്കെ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ റൗണ്ട് ഉണ്ടാക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഓവലാക്കിയിട്ട് ഒന്ന് പരത്തി കൊടുക്കുക. പിന്നെ നമുക്ക് മുകളിൽ ഇതുപോലൊരു ഷേപ്പ് വേണം, 2 ചെവിൻ്റെ. അപ്പോൾ അതിൽ ഷേപ്പാക്കാൻ പറ്റിയ എന്തും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ വിരൽ വെച്ചിട്ടാണ് പറ്റുന്നത് വെച്ചാൽ അങ്ങനെ ചെയ്യാം. പിന്നെ ഈ ഫോം ക്ലേക്ക് ഒരു വൃത്തികെട്ട ഒരു നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൈ പതിഞ്ഞാൽ മതി, അപ്പം അതങ്ങോട്ട് ചളിങ്ങി പണ്ടാറടങ്ങും. അത്രയ്ക്ക് സോഫ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു പാത്രത്തിൻ്റെ മുകളിൽ, ഇതിപ്പോൾ എൻ്റെ ഹൈലൈറ്ററാണ്, ഹൈലൈറ്ററിൻ്റെ മുകളിൽ ഇട്ടിട്ടാണ് ഞാൻ ബാക്കി പരിപാടികളെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ക്ലേയും ഇതുപോലെ ഭയങ്കര സോഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ എന്തിൻ്റെ ക്ലൊക്കെ പുറത്ത് വെച്ച് ചെയ്യുന്നതാവും നല്ലത്. ഇനി ഇതുപോലെ ഒന്നുമില്ല എന്നാലും ഭയങ്കര സോഫ്റ്റാണ് ക്ലേ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നേരം ഒന്ന് പുറത്ത് വെക്കുക. അപ്പോൾ ഇത്തിരി ഒന്ന് ഡ്രൈ ആവും. എന്നിട്ട് നമുക്ക് ബാക്കി വർക്ക് ചെയ്യാം. ഇനി നമ്മൾ മാറ്റി വെച്ച വൈറ്റ് പോർഷൻ എടുത്തിട്ട് ഒന്ന് റൗണ്ടാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് പരത്തുക. കറക്റ്റ് റൗണ്ടല്ല, ഇത്തിരി ഒരു ദീർഘവൃത്തം, അതിനെന്താ പറയുക, ഒരു ഓവൽ ഷേപ്പ് വേണം. അങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത്. എന്നിട്ട് അതിനൊരു നൈഫ് കൊണ്ടോ കൈ കൊണ്ടോ എന്തുണ്ടെങ്കിലൊക്കെ എടുത്തിട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ വർക്ക് കഴിഞ്ഞാൽ ഫ്രഷ് ആയി തന്നെ എടുക്കാൻ നിൽക്കരുത്. എല്ലാം കൂടെ പറഞ്ഞിങ്ങോട്ട് പോരും. അതുകൊണ്ട് ഇത്തിരി ഒന്ന് ഡ്രൈ ആയതിന് ശേഷം പതുക്കെ ഇളക്കി എടുത്താൽ മതി. ഇനി അടുത്തതായിട്ട് നമ്മുടെ തവളക്ക് ചെവി വെക്കണം. അപ്പോൾ ചെവിക്ക് വേണ്ടിയിട്ട് 2 കുഞ്ഞ് പീസ് എടുക്കുന്നുണ്ട്, ഗ്ലൂ വെച്ചെടുക്കുന്നുണ്ട്. ശരിക്കും ഇതൊക്കെ ഉണങ്ങിയ ശേഷം അറ്റാച്ച് ചെയ്താൽ മതി. പക്ഷേ എനിക്ക് അതിനുള്ള ടൈമും ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ അറ്റാച്ച് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ അറ്റാച്ച് ചെയ്യുമ്പോൾ ഉണങ്ങിയിട്ട് വേണം അറ്റാച്ച് ചെയ്യാൻ. ഈ ഉണങ്ങിയിട്ട് വേണം അറ്റാച്ച് ചെയ്യാൻ ഞാൻ പറയാനുള്ള മെയിൻ കാരണം എൻ്റെ ക്ലേ ഭയങ്കര സോഫ്റ്റാണ്. അതുകൊണ്ട് പെട്ടെന്ന് അതിൻ്റെ ഷേപ്പൊക്കെ മാറും. അതുകൊണ്ടാണ്. നിങ്ങളുടെ ക്ലേ ഇത്തിരി ഹാർഡാണെങ്കിൽ പെട്ടെന്ന് അറ്റാച്ച് ചെയ്യാം. പിന്നെ ക്ലേ വെച്ച് കണ്ണും മൂക്കും വെക്കാനുള്ള അത്രയ്ക്ക് ഒരു ഇത് ഞാൻ എത്താത്തതുകൊണ്ട് തന്നെ ഞാൻ തൽക്കാലം വരയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് ഡ്രൈ ചെയ്യാൻ വെക്കാം. ഞാനിവിടെ ഒരു സാറ്റിൻ്റെ ക്ലോത്താണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് സോഫ്റ്റ് ആയിട്ടുള്ള എന്ത് ക്ലോത്തിലും വെച്ചുകൊടുക്കാം. അപ്പം നമുക്ക് രണ്ടാമത്തെ ചെയ്യാം. ഞാനിവിടെ ഒരു 4-5 ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഇപ്പം തന്നെ ഗസ് ചെയ്തവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. ഇനി നേരത്തെ കാണിച്ചെന്ന പോലെ വെച്ച് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈലൈറ്റർ പെട്ടി പോലത്തെ പെട്ടികളൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെ പെർഫ്യൂമിൻ്റെ മേലെ വെച്ച് നമുക്ക് യൂസ് ചെയ്യാം, വർക്ക് ചെയ്യാം. ആദ്യം നമ്മളൊരു ഉണ്ട ഉണ്ടാക്കിയെടുക്കണം. ആ ഉണ്ട ചെറുതായിട്ടൊന്ന് പരത്തണം. ഓവൽ ഷേപ്പിലാണ് ഇതും വേണ്ടത്. പിന്നെ ഒരു വൈറ്റ് പോർഷൻ ഉണ്ട്, അത് നമുക്ക് ഫേസ് പോലെ വെക്കാനായിട്ട് അതിനേക്കാൾ ചെറിയൊരു ഓവൽ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ട് അതിൽ അതുപോലെ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഫേസിൻ്റെ പോർഷനും ഹെഡിൻ്റെ പോർഷനും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു പീസും കൂടെ വേണം. അതുകൂടെ ഉണ്ടാക്കിയിട്ട് നമുക്കിതിൽ വെച്ചെടുക്കാം. ആ ഒരു പീസ് ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ ഇത്തിരി കട്ടി കൂടിയിട്ടും 2 സൈഡിലും കട്ടി കുറഞ്ഞിട്ടും വേണം, നാരോ ആയിട്ടും വേണം ഉണ്ടാക്കാൻ. എന്നിട്ട് ഇതുപോലെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. ഈ ഹെഡ് പോർഷൻ കണ്ടപ്പോൾ എന്താണ് ഉണ്ടാക്കിയെന്ന് മനസ്സിലായവരും താഴെ കമൻറ്റ് ചെയ്യാം. ഇനി നമുക്ക് 2 ചെവി വേണം. അത്യാവശ്യം വലിപ്പമുള്ള ചെവികളാണ്. അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ചെവി ഉണ്ടാക്കാൻ സിമ്പിളാണ്. ഇതുപോലെ ചെറിയൊരു പോർഷൻ എടുത്തിട്ട് നീളത്തിൽ റോൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് നാരോ ആക്കി കൊടുത്തിട്ട് ഈക്വലായിട്ട് കട്ട് ചെയ്യുക. ഞാൻ ആദ്യം ഉണ്ടാക്കിയ ചെവി ഇത്തിരി വലിപ്പം കൂടുതലായതുകൊണ്ട് രണ്ടാമത് വീണ്ടും ഇത്തിരി വലിപ്പം കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബോ ഉണ്ടാക്കിയെടുക്കണം. അതിന് ടിയർ ഡ്രോപ്പ് ഷേപ്പിലുള്ള 2 പീസ് വേണം. എന്നിട്ട് അതിൻ്റെ നടുക്കെ ചെറിയൊരു ബോൾ ഷേപ്പ് വെച്ചിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. മുട്ടിക്ക് മുട്ടുന്നില്ലല്ലോ.
ഇനി അവസാനമായിട്ട് ഒന്ന് ചെറുതായിട്ട് പ്രസ്സും കൂടി ചെയ്ത് കൊടുത്താൽ ബോ റെഡിയായി. എന്നിട്ട് നമുക്കത് ഹെഡിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മനസ്സിലായി കാണൂലല്ലേ ആരാണെന്ന്. ഇനി ഇത് അവിടെ ഇരിക്കട്ടെ, അവിടെ ഇരുന്ന് കുറച്ചൊന്ന് ഡ്രൈ ആവട്ടെ. അപ്പോഴേക്ക് നമുക്ക് അടുത്ത ഐറ്റം നോക്കാം. അടുത്തത് ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്. നമ്മൾ മുന്നേ ഓൾറെഡി ഉണ്ടാക്കിയതുമാണ്. അപ്പോൾ അതിന് അത്യാവശ്യം വലിയ ക്വാണ്ടിറ്റിയിൽ കുറച്ച് ക്ലേ എടുക്കുക. എന്നിട്ട് യെല്ലോ കളറും ഇത്തിരി ഓറഞ്ച് കളറും കൊടുക്കുക. ഇത് നല്ലപോലെ കണ്ടീഷൻ ചെയ്യണം. എന്നിട്ട് നമുക്കൊരു ബോൾ ഷേപ്പിലാക്കി എടുക്കണം. ഈ ബോൾ ഷേപ്പിലാക്കാൻ ഇതുപോലെ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. കയ്യിലിട്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് വേറൊരു ഷേപ്പ് വരും. ഇനി നമ്മൾ ബോൾ ആക്കിയ സാധനത്തിനെ ഒന്ന് പരത്തി ഇത്തിരി കൂടെ ഒരു ഓവലാക്കിയിട്ട് എടുക്കണം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ മൂന്നാമത്തെ ക്ലേ ചാം റെഡി. ഇതെന്താണെന്ന് മനസ്സിലായോ? മനസ്സിലായവർ കമൻറ്റ് ബിലോ. ഇനി നമുക്ക് ഹാൻഡ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പീസ് എടുക്കുക. എന്നിട്ട് ഇതുപോലെ നീളത്തിൽ റോൾ ചെയ്തെടുത്തിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഈക്വലായിട്ട് ചെയ്യുക. ഇവിടെയൊക്കെ ഞാൻ ഗ്ലൂ യൂസ് ചെയ്യുന്നുണ്ട്, എപ്പോഴെപ്പോഴും കാണിക്കുന്നില്ല എന്നുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഡ്രൈ ആയതിനു ശേഷം മാത്രം ഒട്ടിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് മുൻഭാഗത്ത് കൊക്ക് പോലത്തെ ഒരു ചെറിയ സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞൊരു പീസ് ക്ലേ എടുക്കുക. അതിലിത്തിരി യെല്ലോയും ഇത്തിരി ഓറഞ്ചും മിക്സ് ചെയ്തിട്ട് ഒരു ചെറിയ ട്രയാങ്കിൾ ഷേപ്പ് പോലെ ആക്കി കൊടുക്കുക. ഇനി അവസാനമായിട്ട് ഇതിൽ തന്നെ വെക്കാൻ വേണ്ടിയിട്ട് പൂവെന്ന് തോന്നും, അതുപോലെ എന്തൊരു സാധനം ഒന്ന് പരത്തി കൊടുത്തിട്ട് ഈ ബ്രെഡ് ഉണ്ടല്ലോ, ബണ്ണ്, നീളത്തിലുള്ള സാൻഡ്വിച്ചിൻ്റെ ബണ്ണൊക്കെ ഇല്ലേ, അതേ ഷേപ്പിലൊന്ന് ആക്കി കൊടുത്തിട്ട് അവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അറ്റാച്ച് ചെയ്യുമ്പോൾ ഗ്ലൂവും പിന്നെ ചെറുതായിട്ടൊന്ന് സ്ക്രാച്ചും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ക്യൂട്ടായിട്ടുള്ള ചിക്കാണ് മൂന്നാമത് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നൊരു കാര്യം, ഞാൻ ഈ വീഡിയോ തികച്ചും ബിഗിനേഴ്സിന് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ പ്രൊഫഷണൽസ് ഒന്നും കാണാൻ വഴിയില്ല. ഇനിയിപ്പോൾ കാണുകയാണെങ്കിൽ കുറേ മിസ്റ്റേക്ക് ഉണ്ടാവും. അവരോടൊക്കെ ഐ എം ദി സോറി അളിയാ. അപ്പോൾ നമ്മുടെ ചിക്കനെ നമ്മൾ പതുക്കെ അവിടെ നിന്ന് എടുത്തിട്ട് നമ്മുടെ ക്ലോത്തിലോട്ട് മാറ്റുന്നുണ്ട്. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത്തിരി ഹെവി ഐറ്റാണ്. ഹെവി ഐറ്റം എന്ന് വെച്ചാൽ ഇത് ചെയ്യാനും സ്കൾപ്റ്റ് ചെയ്യാനും ഭയങ്കര സിമ്പിളാണ്. ഇതിൻ്റെ കളർ കിട്ടാൻ ഇത്തിരി പാടാണ്. നമുക്ക് കിട്ടേണ്ടത് ഒരു ഡാർക്ക് ബ്രൗൺ ആയിട്ടുള്ള കളറാണ്. അപ്പോൾ കളർ കേട്ടപ്പോൾ സാധനം മനസ്സിലായെങ്കിൽ ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു കളർ കിട്ടാൻ വേണ്ടി നമ്മളിതിൽ മഞ്ഞ, ഓറഞ്ച്, റെഡ്, ബ്രൗണ്, ലൈറ്റ് ബ്രൗണ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കെല്ലാം കൂടെ മിക്സ് 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 മിക്സ്. പെർമനൻറ്റ് മാർക്കറിൽ ബ്രൗൺ യൂസ് ചെയ്തപ്പോൾ അതൊരു പിങ്ക് പോലെയാണ് കിട്ടിയത്. അതുകൊണ്ട് ഞാൻ കുറച്ച് ആക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് നമുക്ക് ആക്രിലിക് പെയിൻറ്റിൻ്റെ യൂസ് മനസ്സിലാവുക. കാരണം കറക്റ്റ് ആ ഷെയ്ഡിന് കിട്ടണമെങ്കിൽ പെയിൻറ്റിൻ്റെയാണ് നല്ലത്. ഞാൻ കുറേ ആൽക്കഹോൾ മാർക്കറൊക്കെ യൂസ് ചെയ്ത് നോക്കി, പക്ഷെ നോ രക്ഷ. നമുക്ക് വേണ്ടത് വെച്ചാൽ ഒരു റെഡിഷ് ബ്രൗൺ കളറാണ്. അതിനാണ് ഞാൻ ഇത്ര കഷ്ടപ്പെടുന്നത്. സാധാരണ ബ്രൗൺ ആണെങ്കിൽ സിമ്പിളായിട്ട് കിട്ടും. ഇനി ഇതിനെ നമ്മൾ 2 പാർട്ടായിട്ട് മാറ്റി വെക്കണം. ഒന്ന് ഹെഡിന് വേണ്ടിയിട്ട്, മറ്റത് ബോഡിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഒരു ചെറിയ പാർട്ട് കയ്യിനും കാലിനും വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ആദ്യം ഒരു റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കുക. എന്നിട്ട് ചെറുതായിട്ട് 2 അറ്റം ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് ഒരു ട്രയാങ്കിൾ മാതിരി ആക്കി എടുക്കുക. അതാണ് ഹെഡ്. ബോഡി നമുക്ക് സ്ക്വയറിലാണ് ചെയ്തെടുക്കേണ്ടത്. ചെറിയ സ്ക്വയർ ആണെങ്കിൽ ഒന്നുകൂടെ നല്ലത്. ഇനി ഇതേ ബ്രൗണിൽ കുറച്ചുകൂടെ ബ്രൗൺ ആഡ് ചെയ്തിട്ട് നമുക്ക് വേണ്ടി ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് ഉണ്ടാക്കിയെടുക്കണം. അത് വെച്ചിട്ടാണ് നമ്മൾ കൈയും കാലൊക്കെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ക്യാപ്പിബറയാണ്. ഇനി ക്യാപ്പിബറയുടെ കയ്യിൽ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു ഓറഞ്ച് ഉണ്ടാക്കണം. അതിന് സാധാരണ ക്ലേയിൽ കുറച്ച് ഓറഞ്ച് കളർ കൊടുക്കുക, സെറ്റപ്പ് ആക്കുക, റൗണ്ട് ആക്കി ബോളാക്കി കൊടുക്കുക. സാധാരണ ക്ലേ ഡ്രൈ ആയിട്ടില്ലെങ്കിൽ ഇതുപോലെ നിലത്ത് വീണ അപ്പം ചളിഞ്ഞ് പിളിഞ്ഞ് ആകെ കോമാളിയാവും. പക്ഷേ ഇത് എത്ര വീണാലും ബൗൺസ് ചെയ്ത് ഇങ്ങനെ നിൽക്കും. അതാണ് ഈ ക്ലേൻ്റെ ഒരു പവർ. പിന്നെ ബോഡിയിൽ സെൻറ്ററിൽ ഓറഞ്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് അപ്പുറത്തും കൈയും കാലൊക്കെ വെച്ച് സെറ്റപ്പ് ആക്കി കൊടുക്കുക. ഹെഡ് നമ്മൾ അതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണങ്ങിയിട്ട് വേണം സെറ്റ് ചെയ്യാൻ. ഇനി നമുക്ക് കുറച്ച് ഹെഡ് പിൻസ് വേണം. ഇത് ഞാൻ വയറ് വെച്ച് ഉണ്ടാക്കിയതാണ്. നിങ്ങൾക്ക് ഷോപ്പിൽ ചെന്നിട്ട് ഹെഡ് പിൻസോ ഐ പിൻസോ അങ്ങനെയൊക്കെ ചോദിച്ചാൽ കിട്ടും. ഇനി ഇത് നമ്മുടെ ക്ലേ ചാമ്പ് ഉണങ്ങിക്കഴിഞ്ഞ ശേഷം കുറച്ച് ഗ്ലൂ ആക്കിയിട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. ശേഷം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വാർണിഷ് അടിച്ചു കൊടുക്കാം. ഞാൻ എന്തായാലും കുറച്ച് വാർണിഷ് ആയിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ക്ലേ ആയതുകൊണ്ട് തന്നെ വാർണിഷ് അടിച്ചു കരുതി, അതായത് നെയിൽ പോളിഷാണ്, അത് ഇട്ടെന്ന് കരുതിയിട്ട് പ്രത്യേകിച്ച് ഗ്ലോസി എഫക്റ്റ് ഒന്നുമില്ല. പക്ഷെ ചെറിയൊരു പ്രൊട്ടക്ഷൻ കിട്ടും. ഇങ്ങനെ ഞാൻ മുന്നേ ചെയ്ത് വെച്ച കുറച്ച് ക്ലേ ചാംസ് ആണ് ഇത് ഞാൻ ഉണ്ടാക്കി പഠിച്ചതാണ്. കളയാൻ തോന്നിയില്ല. പിന്നെ
നമ്മുടെ മെയിൻ ചാംസിൻ്റെ കൂടെ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു സ്ട്രോബെറി, ഫ്ലവർ, ഹാർട്ട്, നക്ഷത്രം അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ ഒന്നുകൂടെ ഭംഗിയായിരിക്കും നമ്മുടെ കീ ചെയിനിൽ. അടുത്തത് കണ്ണ് വെക്കൽ പരിപാടിയാണ്. ഈ ചടങ്ങിന് ഞാൻ കണ്ണായിട്ട് ക്ലേ യൂസ് ചെയ്യാത്തതാണ്, പക്ഷേ എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ട് കണ്ണൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ചിലതൊക്കെ പാളിപ്പോയി, എന്നാലും ചിലതൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എടുക്കാൻ നമ്മുടെ ക്ലേ ചാംസ് ഒക്കെ റെഡിയായി സെറ്റായി ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കിയത്. പിന്നെ ഒരു കാര്യം പറഞ്ഞു, ബ്ലഷ് മസ്റ്റാണ്, മറക്കരുത്. ഇനി നമ്മുടെ അവസാനത്തെ പരിപാടിയാണ്, അതായത് കീ ചെയിൻ ഇതിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഹെഡ് പിൻസിന്റെ ആ ഹോൾ ഉണ്ടല്ലോ, ആ ലൂപ്പ്, അതിലോട്ട് നമ്മുടെ കീ ചെയിൻസ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. സിമ്പിൾ. നിങ്ങൾക്ക് വേണമെങ്കിൽ സിമ്പിളായിട്ട് ഒരു കീ ചെയിൻ ഇതുപോലെ കീ ചെയിനും ചാംസും മാത്രമായിട്ട് ഉണ്ടാക്കാം. അതല്ലെങ്കിൽ എന്തെങ്കിലും ബോ, റിബൺ, അല്ലെങ്കിൽ ബീഡ്സ്, ചെയിൻ അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെയും ചെയ്യാം. ഞാനിവിടെ കുറച്ച് മോഡൽസ് ഒക്കെ കാണിച്ചു തരാം. കുറച്ചൊന്ന് ഓവറാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വലിയ ബോ വെച്ചെടുത്തിട്ടുള്ളത്. അത്ര വലിയ ബോ ഒന്നും എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും വെക്കുമെന്ന്, പക്ഷെ ഞാൻ വെക്കും. അപ്പം നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ക്ലേ ചാംസ് നമുക്കിനി ഓരോന്നായിട്ട് കണ്ടാലോ. ഇതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ബീഡ്സ് ഒക്കെ കൊടുത്ത് ചെയിനൊക്കെ കൊടുത്തിട്ട് നല്ല ക്യൂട്ടായിട്ട് ഉണ്ടാക്കാമെന്ന്. അതല്ലെങ്കിൽ ഇതുപോലെ 2 ചാംസ് ഒരേ കീ ചെയിനിൽ കൊടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കാം. പിന്നെ നമ്മുടെ ക്യാപ്പിബറ ചെയ്യുമ്പോൾ ഹെഡും ബോഡിയും തമ്മിൽ വേറൊരു മെറ്റൽ വയർ വെച്ചിട്ട് കണക്ട് ചെയ്യണേ. അതായത് ഹെഡിലൊരു എന്തെങ്കിലും ഒരു വയർ കുത്തി കൊടുക്കുക, അതും ബോഡിയായിട്ട് കണക്ട് ചെയ്യുക. ഗ്ലൂ മസ്റ്റാണ്. അവസാന ടൈം ആയപ്പോൾ ഞാൻ കുറച്ച് ബിസിയായി പോയി, അതാണ് ചെറിയ ക്ലിപ്സ് ഒന്നും എനിക്ക് കിട്ടാഞ്ഞത്. അപ്പോൾ ക്ലേനെ പറ്റിയിട്ടുള്ള കുറച്ച് ബേസിക് കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ പറയാം. അതുമല്ല, നമ്മൾ ഉണ്ടാക്കിയ ക്ലേ ചാംസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ അതും കമൻറ്റ് ചെയ്യാം. പിന്നെ ഞാനും ഒരു ബിഗിനറാണ്, അപ്പോൾ എന്നെക്കാളും താഴെയുള്ള ബിഗിനർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ഉണ്ടാക്കിയത്. അപ്പോൾ ആ ഒരു ലെവലേ ഉണ്ടാവുള്ളൂ. എന്നാലും നിങ്ങൾക്ക് അറിയാത്ത എന്തെങ്കിലും കാര്യങ്ങളിൽ നിന്ന് കിട്ടിയാൽ നിങ്ങൾക്ക് കിട്ടണത് നല്ലതല്ലേ. പിന്നെ ഒരു സന്തോഷ വാർത്ത ഉണ്ട്. നമ്മുടെ പഴയ ഫ്ലോറിറ്റിലെ ലോങ് വീഡിയോസ് ഇതിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അധികം വൈകാതെ നമുക്ക് അതിലെ കുറച്ച് ലോങ് വീഡിയോസും ഈ ചാനലിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇത്രയുള്ളൂ. ടാറ്റാ, ബൈ.